നമസ്കാരം. ഇന്നത്തെ ഈ നമ്മുടെ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് കയ്യിലുള്ള ഒരു ഓഡിയോ സ്രോതസ്സിനെ വെച്ചിട്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഒരു പേടിയില്ലേ, അത് നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാൻ പോവാണ്. അതെ. പിന്നെ ഈ റിസ്ക് അഥവാ ഉപജീവനം എന്നൊക്കെ പറയുമ്പോൾ അതിനെ പൈസയുടെ കണക്കിൽ മാത്രം കാണാതെ കുറച്ചുകൂടി വിശാലമായിട്ട് എങ്ങനെ കാണാം, അതാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഈ സ്രോതസ്സിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കണം. നിങ്ങൾക്കിത് എത്രത്തോളം പ്രസക്തമാവുമെന്ന് കണ്ടെത്തലാണ് ലക്ഷ്യം. തീർച്ചയായും. ഈ സ്രോതസ്സിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള ഭയം, അതായത് പൈസ ഇല്ലാതെ വരുമോ എന്നൊക്കെയുള്ള പേടി, അത് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നതാണ്. ഓ അതെ. അപ്പോൾ ഈ ഭയം നമ്മുടെ മുൻഗണനകളെ, പിന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് നമ്മളിവിടെ പ്രധാനമായും നോക്കുന്നത്. അതെ, ഈ മുൻഗണനകളുടെ കാര്യം പറയുമ്പോൾ സ്രോതസ്സിലൊരു കാര്യം പറയുന്നുണ്ട്. ഈ കുടുംബം, സമ്പാദ്യം, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം, വീട്, ഇതിനൊക്കെ നമ്മൾ ചിലപ്പോൾ ദൈവത്തെക്കാളും അല്ലെങ്കിൽ ദൈവത്തിന്റെ മാർഗത്തിലുള്ള പ്രയത്നത്തെക്കാളും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുവെന്ന്. അതൊരു പ്രശ്നമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഈ മുൻഗണന തെറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം സ്രോതസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഭൗതിക കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ അർത്ഥവത്തായ കാര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ ആത്മീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയുള്ളതോയ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ സ്വയം പിൻവാങ്ങുകയാണ്. മനസ്സിലായി. അല്ലെങ്കിൽ അതിനെ നമ്മൾ പേടിക്കുകയാണ്. ഇത് കുറച്ചുകാലം കഴിയുമ്പോൾ വ്യക്തിപരമായും സാമൂഹികമായും ഒരു തളർച്ച ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഈ പേടിയുമായി ബന്ധപ്പെട്ടാണോ നമ്മൾ സാധാരണ ഈ റിസ്ക് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നൊക്കെ പറയുന്നത്? അതായത് എന്തേലും കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചെലവ് വരുമ്പോഴോ ഒക്കെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാറുണ്ടല്ലോ. ആ ഒരു പ്രയോഗം അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു തരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്. പക്ഷെ സ്രോതസ് സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇത് പറയുമ്പോഴും അതിൻ്റെ ഒരു ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് പോകുന്നില്ല എന്നാണ്. വെറുതെ ഒരു ആശ്വാസവാക്കായിട്ട് മാത്രം പറയുന്നു. അതായത് ശരിക്കുള്ള ആശ്രയം എവിടെയാണ് വേണ്ടത് എന്ന ചിന്ത, അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടില്ലെങ്കിൽ അതൊരു വെറും പറച്ചിൽ മാത്രമായി പോവും. അപ്പോ ശരിക്കും എന്താണ് ഈ റിസ്ക്? സ്രോതസ്സിൽ പറയുന്നൊരു പോയിന്റ്, നമ്മൾ ഈ റിസ്കിനെ എപ്പോഴും പൈസയുടെ അളവിൽ മാത്രം കാണുന്നു എന്നതാണ്. കുറച്ച് കാശു പോയി അല്ലെങ്കിൽ ലാഭം കുറഞ്ഞു, അതാണ് റിസ്ക് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ശരിക്കും പണം മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലുമാണോ നമ്മുടെ ആവശ്യം? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്രോതസ് പറയുന്നത് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഒരു സുരക്ഷിതത്വ ബോധവും പിന്നെ മനസ്സമാധാനവുമാണ് എന്നാണ്. അതെ അതെ. പണം അതിലേക്ക് എത്താനുള്ളൊരു വഴി മാത്രമാണ്, അതൊരിക്കലും ലക്ഷ്യമല്ല. സ്രോതസ്സിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നല്ല വരുമാനമുണ്ട്, ഉയർന്ന ജോലിയുണ്ട്, പക്ഷെ കുടുംബജീവിതം ചിലപ്പോൾ ആകെ താറുമാറായിരിക്കാം, ഒരു സമാധാനവും ഉണ്ടാവില്ല. ഓഹോ. അങ്ങനെയുള്ള ഒരാൾക്ക് ആ പണം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അപ്പോൾ യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത് ഈ പുറമേയുള്ള കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. പലസ്തീനിലെ ആളുകളുടെ കാര്യമൊക്കെ സ്രോതസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും ചിലർ കാണിക്കുന്ന ഒരു മനക്കരുത്തും സംതൃപ്തിയുമുണ്ട്. അപ്പോ റിസ്ക് എന്ന് പറയുന്നത് പൈസ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുന്നതും വലിയൊരു റിസ്ക്കാണ്. അപ്പോ ഈ പണത്തിന് മാത്രം ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? സ്രോതസ്സിൽ പറയുന്നത് ഇത് ചിലപ്പോൾ ഒരു മധ്യവയസ്സിലൊക്കെ എത്തുമ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ജീവിതം ഒരു ഭാരമായി തോന്നിത്തുടങ്ങും എന്നൊക്കെയാണ്. ശരിയാണ്. അങ്ങനെയൊരു മുന്നറിയിപ്പ് സ്രോതസ്സിലുണ്ട്. കാരണം അങ്ങനെയുള്ള ജീവിതം നമ്മളെ ഒരു തരത്തിൽ നമ്മുടെ തന്നെ ആഗ്രഹങ്ങളുടെ, അതായത് നഫ്സ് എന്ന് സ്രോതസ്സിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭൗതികമായ മോഹങ്ങളുടെ അടിമയാക്കി മാറ്റും. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരും, ഇഷ്ടമില്ലാത്ത ആളുകളുമായി ഇടപെടേണ്ടി വരും. ഇതിൻ്റെയൊക്കെ അടിമയായി നമ്മൾ മാറും. യഥാർത്ഥ ഒരു സ്വാതന്ത്ര്യം, അതായത് ദൈവത്തിലുള്ളൊരു സമർപ്പണം, അതിൽ നിന്നൊക്കെ ഇത് നമ്മളെ അകറ്റും. തീർച്ചയായും കുടുംബത്തെ നോക്കണം, സംരക്ഷിക്കണം, അതൊക്കെ പ്രധാനമാണ്. അതെ. പക്ഷെ അതിന് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നുകൂടി ചിന്തിക്കണം. ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ വേണം എന്ന് സ്രോതസ് പറയുന്നു. ഈ ഒരു പോയിന്റിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും
തമ്മിലെവിടെയാണ് ഒരു അതിർവരമ്പ്? നമുക്ക് ജീവിക്കാൻ ശരിക്കും എത്ര വേണം? വരുമാനം കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ജീവിത നിലവാരം കൂട്ടുമല്ലോ. അതെ. ഒരു 5-10 കൊല്ലം മുൻപ് നമുക്ക് അത്ര ആവശ്യമില്ലാതിരുന്ന കാര്യങ്ങൾ ഇന്ന് ഭയങ്കര അത്യാവശ്യമായിട്ട് തോന്നിത്തുടങ്ങും. വളരെ ശരിയാണ്. നമ്മുടെ ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളല്ല തീരുമാനിക്കുന്നത്. ചിലപ്പോ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടുള്ള നമ്മുടെ ഒരു ചിന്ത, അതൊക്കെയാവാം ഇതിന് പിന്നിലെന്ന് സ്രോതസ് പറയുന്നു. ഓക്കേ. അവിടെയാണ് സ്രോതസ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നത്. ഉയർന്ന വരുമാനമൊക്കെയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, പക്ഷേ മനസമാധാനമില്ല, ആത്മീയമായിട്ടൊരു സംതൃപ്തിയില്ല. അങ്ങനെ ജീവിക്കുന്നതാണോ നല്ലത്? അതോ ചിലപ്പോ കുറഞ്ഞ വരുമാനമായിരിക്കാം, പക്ഷെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ അർത്ഥവത്തായി ചെയ്ത് ജീവിക്കുന്നതാണോ നല്ലത്? ഇതിനൊരൊറ്റ ഉത്തരമില്ല. ശരിയാണ്. ഇത് നിങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ റിസ്ക് എന്ന് പറയുന്നത് വെറും പൈസയുടെ കാര്യം മാത്രമല്ല, അല്ലേ? അല്ല, തീർച്ചയായും അല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സംതൃപ്തി, നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്, ഇതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പൈസയെക്കുറിച്ചുള്ള പേടി, അതൊരു പരിധി വിടുമ്പോൾ നമ്മളെ ശരിക്കുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെ, തീർച്ചയായും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായിട്ട് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. സ്രോതസ്സില് അവസാനം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ. അതെ. അപ്പോ നമ്മുടെ ഈ ഒരു തൊഴിൽ കേന്ദ്രീകൃതമായ ഐഡന്റിറ്റി, അത് നമ്മുടെ ഉപജീവനം അഥവാ റിസ്ക് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും നമ്മുടെ യഥാർത്ഥ സംതൃപ്തിയെക്കുറിച്ചുള്ള ചിന്തയെയുമൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അതായത്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്കപ്പുറം നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർവചിക്കാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സംതൃപ്തി കണ്ടെത്താൻ വേറെ വഴികളുണ്ടോ? ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്.